മൈസൂർ പാലസ് ഒക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് മൈസൂരിലെ വേറൊരു വിശേഷം കണ്ടാലോ. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് മൈസൂർ സൂ ആണ്. ഇതാണ് മൈസൂർ സൂവിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ്. ഈ എൻട്രൻസ് ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അതിന്റെ ടിക്കറ്റ് കൗണ്ടറും. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് സൂവിന് അകത്തേക്ക് പ്രവേശിക്കാം. ഒരു ടിക്കറ്റിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പക്ഷി സങ്കേതമാണ് നമ്മൾ ആദ്യം കാണുന്നത്. പല വിധത്തിലുള്ള, പല ഇനങ്ങളിലുള്ള, പല വർണ്ണങ്ങളിലുള്ള അനേകം പക്ഷികളെ നമുക്കവിടെ കാണാം. തത്തകളും മയിലുകളും എന്നു വേണ്ട സാധാരണയായി നമ്മൾ കണ്ടിട്ടില്ലാത്ത അനേകം പക്ഷികളും അവിടെയുണ്ട്. ഈ പക്ഷിയുടെ പേര് സാറസ് ക്രെയിൻ എന്നാണ്. അങ്ങനെ ഓരോ പക്ഷികളെയും മൃഗങ്ങളെയും കാണുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി അത് എത്രയോ മനോഹരവും അത്ഭുതകരവുമാണെന്ന് ഒരിക്കൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പക്ഷിയുടെ പേര് സിൽവർ ഫെസന്റ് എന്നാണ്. ഇത് അല്പം നീളമുള്ളതും എന്നാൽ വെള്ളി നിറത്തിലുമുള്ള അതിമനോഹരമായ ഒരു പക്ഷിയാണ് ഇത്. അങ്ങനെ പല പക്ഷികളെയും അവിടെ കണ്ടു. ഈ പക്ഷിയുടെ പേര് ഗോൾഡൻ ഫെസന്റ് എന്നാണ്. ഇത് അല്പം സ്വർണ്ണ നിറവും എന്നാൽ നീലയും ചുവപ്പും കലർന്ന അതിമനോഹരമായ ഒരു പക്ഷിയാണ് ഇത്. അങ്ങനെ മുൻപിലേക്ക് പോയപ്പോൾ കണ്ട മറ്റൊരു പക്ഷിയാണിത്. ഈ പക്ഷിയുടെ പേര് റെയിൻബോ ലോറിക്കീറ്റ് എന്നാണ്. പേര് പോലെ തന്നെ പല വർണ്ണങ്ങളിലുള്ള അതിമനോഹരമായ ഒരു പക്ഷി. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ കണ്ട മറ്റൊരു പക്ഷിയാണ് മിലിറ്ററി മക്കാവ്. മക്കാവ് വിഭാഗത്തിൽപ്പെട്ട മറ്റ് പല പക്ഷികളെയും അവിടെ കണ്ടു. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ നമ്മുടെ ദേശീയ മൃഗമായ കടുവയെ കണ്ടു, അഥവാ ടൈഗറിനെ അവിടെ കണ്ടു. വെള്ള നിറത്തിലുള്ള കടുവയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹത്തെയാണ് കണ്ടത്. ഉച്ച ഭക്ഷണത്തിന് ശേഷം അല്പം വിശ്രമത്തിലായിരുന്നു നമ്മുടെ കാട്ടിലെ രാജാവ്. വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ കുരങ്ങ് വർഗത്തിൽപ്പെട്ട അനേകം കുരങ്ങന്മാരെ അവിടെ കണ്ടു. സാധാരണയായി മറ്റു സൂകളിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു ഇത്. ഗൊറില്ലയാണ് നമ്മളിവിടെ കാണുന്നത്. ഗൊറില്ലകളെ 2 കൂടുകളിലായിട്ടാണ് അവര് സംരക്ഷിച്ചിരിക്കുന്നത്. ഒരു കൂട്ടിൽ നമ്മൾ ആദ്യം കണ്ട ആ വലിയ ഗൊറില്ല, ആ ഗൊറില്ല നമുക്കങ്ങനെ മുഖം തന്നില്ല. എന്നാൽ മറ്റു കൂട്ടിൽ സംരക്ഷിച്ചിരുന്ന 3 ചെറിയ ഗൊറില്ലകൾ ഉണ്ടായിരുന്നു. അവർ ഓടിക്കളിക്കുന്നതും ചാടിക്കളിക്കുന്നതുമെല്ലാം കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഈ സൂവില് എല്ലാ മൃഗങ്ങളെയും വളരെ വിസ്തീർണമുള്ള കൂടുകളിലാണ് അവർ സംരക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനും വളരെ സ്വതന്ത്രമായി അവിടെ ജീവിക്കുവാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ മുൻപിലേക്ക് പോയപ്പോൾ കണ്ടതാണ് 2 ഭീമന്മാരായ റൈനോസിറോസുകൾ. അവര് അവരുടേതായ ലോകത്തിൽ വളരെ സന്തോഷമായി അവിടെ ജീവിക്കുന്നു. ഈ ഒരു സൂ സ്ഥിതി ചെയ്യുന്നത് 4 കിലോമീറ്റർ വിസ്തീർണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സൂ മുഴുവനുമായി കണ്ടു തീർക്കുവാൻ ഏകദേശം 2 മണിക്കൂർ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ ഈ ഗ്ലാസ് കൂട്ടിനുള്ളിൽ കണ്ടതാണ് ഒറാങ്കുട്ടൻ. ഇത്രയും വലിയൊരു സ്ഥലത്ത് ഒറാങ്കുട്ടൻ എവിടെയാണ് എന്ന് അല്പനേരം ഒന്ന് പരതി. അവസാനം ആ കൂട്ടിനുള്ളിൽ ഉറങ്ങുന്നതായി കണ്ടു. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ കണ്ടതാണ് സീബ്ര. സാധാരണയായി മറ്റു സൂകളിൽ 1-2 സീബ്രയെ നമ്മൾ കാണാറുള്ളൂ. എന്നാൽ ഇവിടെ 6-7 സീബ്ര തന്നെ ഉണ്ടായിരുന്നു. വളരെ വലിയൊരു ഏരിയയിലാണ് അവരെയും സംരക്ഷിച്ചിരിക്കുന്നത്.
ഈ 4 കിലോമീറ്റർ ദൂരം നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് അവർ പ്രത്യേകം വണ്ടിയൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 250 രൂപയാണ് അതിനുള്ള റേറ്റ്. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ ഞങ്ങൾ കണ്ടതാണ് 2 കരടികൾ. വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ ഞങ്ങൾ കുറച്ച് കുറുക്കന്മാരെ അവിടെ കണ്ടു. എന്നാൽ എല്ലാ കുറുക്കന്മാരും നല്ല ഉറക്കത്തിലാണ്. ഈ കുറുക്കന്മാരെ ഇംഗ്ലീഷിൽ ഇന്ത്യൻ ഗ്രേ വൂൾഫ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ പല കാറ്റഗറിയിലുള്ള മാനുകളെ അവിടെ കണ്ടു. മാനുകളെ ഒന്നും നമുക്ക് എണ്ണിത്തീർക്കുവാനായിട്ട് കഴിയുകയില്ല, അത്രമാത്രം മാനുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ നമ്മൾ കണ്ടതാണ് കാട്ടുപോത്തുകൾ. സാധാരണയായി ഏത് ഫോറസ്റ്റ് ഏരിയയിൽ പോയാലും നമുക്ക് കാട്ടുപോത്തുകളെ കാണാം. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. ആനകളെയെല്ലാം കുളിപ്പിക്കുന്നു, അവരെല്ലാം കൂട്ടമായി നിൽക്കുന്നു. നല്ല ആരോഗ്യവാന്മാരായ ആനകൾ അങ്ങനെ തുമ്പിക്കൈ ഉയർത്തിയൊക്കെ നിൽക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ആനകളെ കുളിപ്പിക്കുവാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ആ പൈപ്പും എല്ലാം നമ്മൾ കണ്ടു. ഒരു വ്യക്തി വളരെ ദൂരെ നിന്ന് നല്ല ഫോഴ്സിൽ വെള്ളം ചീറ്റുകയാണ്. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ ഞങ്ങൾ മറ്റ് ഒരു കരടിക്കൂടുകൂടെ കണ്ടു. ഈ സൂവിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെയാണ്, പല മൃഗങ്ങളെയും അവർ 2 സ്ഥലങ്ങളിലായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ റൈനോസറോസിന്റെ മറ്റൊരു കൂടുകൂടെ കണ്ടു. നമ്മൾ ഈ 4 കിലോമീറ്റർ നടക്കുമ്പോൾ അല്പം ക്ഷീണം അനുഭവിക്കുവാനുള്ള സാധ്യത ഉണ്ട്. അതിനിടയ്ക്ക് നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യുവാൻ ഐസ്ക്രീമും മറ്റ് ചില സ്നാക്സുകളുമെല്ലാം അവിടെ അവൈലബിൾ ആണ്. വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ പല വിധത്തിലുള്ള മുതലകളെ അവിടെ കണ്ടു. സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ, നൈൽ ക്രോക്കഡൈൽ, അങ്ങനെ പല വിധത്തിലുള്ള മുതലകളെ അവിടെ കണ്ടു. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ മറ്റൊരു വലിയ പക്ഷിക്കൂടാണ് അവിടെ കണ്ടത്. പല വിധത്തിലുള്ള പക്ഷികൾ അവിടെ ഉണ്ട്. എന്നാൽ ഒരു പക്ഷിക്കും പറന്ന് പുറത്തു പോകുവാനായിട്ട് സാധിക്കില്ല. വളരെ വലിയ ഒരു ഏരിയയിൽ മുകളിൽ ഉൾപ്പെടെ അവർ വലിയ ഒരു വലയ്ക്കുള്ളിലാണ് ഈ പക്ഷികളെ സംരക്ഷിച്ചിരിക്കുന്നത്. അവർക്ക് വെള്ളം കുടിക്കുവാനായി മനുഷ്യനിർമ്മിതമായ ഒരു ചെറിയ തടാകവും അവിടെ ഉണ്ട്. അവർക്ക് ചാടിക്കളിക്കുവാനും പറന്ന് കളിക്കുവാനും ഒക്കെ ആയിട്ട് പലവിധമായിരിക്കുന്ന ചെടികളും മരങ്ങളും എല്ലാം അവരവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും മുൻപിലേക്ക് പോയപ്പോൾ മറ്റൊരു മുതലക്കൂടുകൂടെ അവിടെ കണ്ടു. അങ്ങനെ അവസാനം കണ്ടതാണ് ഈ ജിറാഫിൻ്റെ കൂട്.
ജിറാഫും അവിടെ 6-7 ജിറാഫുകൾ ഉണ്ടായിരുന്നു. 2 കൂടുകളിലായിട്ടാണ് അവർ സംരക്ഷിച്ചിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഇവിടെ മറ്റ് മൃഗങ്ങളും ഉണ്ടായിരുന്നു. പാമ്പുകളുണ്ട്, മറ്റ് പലവിധമായിരിക്കുന്ന മൃഗങ്ങളും അവിടെ ഉണ്ട്. എന്നാൽ പാമ്പുകളെ ഒന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തില്ല. എല്ലാം ഒരു ജീവനില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ജീവനുണ്ട്. വലിയ അനക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സൂവിൽ പോയത് അതിമനോഹരമായ ഒരു കാഴ്ച എനിക്കവിടെ സമ്പാദിക്കുവാൻ കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഈ സൂവിൽ പോകാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. അത് എന്തായാലും നിങ്ങൾക്ക് ഒരു വെർത്തായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.